ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഭൂമിയിൽ ജന്മം നൽകുവാൻ ഒരമ്മയുണ്ടായത് ഭാഗ്യമാണ്. അതുപോലെ സ്വർഗത്തിൽ വീണ്ടും ജനിക്കുവാൻ ഒരമ്മയുണ്ടാവുന്നത് അതിലേറെ ഭാഗ്യമാണ്. സ്വർഗാരോഗ്യതയായ അമ്മയുടെ തിരുനാൾ ഷാർജയിലെ സെന്റ് മൈക്കിൾസ് ദേവാലയത്തിലെ മലയാളി സമൂഹം അത്യാദരപൂർവം അനുഗ്രഹം പ്രാപിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നിക്കുകയാണ്, ആഘോഷിക്കുകയാണ്, അതിനായിട്ടൊരുങ്ങുകയാണ്. ഈ ദിനങ്ങളൊക്കെ അനുഗ്രഹത്തിൻ്റെതാവട്ടെ, കൃപയുടേതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവാസ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും പരിശുദ്ധ അമ്മയിലൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന മക്കളാണ്. കടന്നുപോകുന്ന വഴികളിലും കണ്ടുമുട്ടിയ ജീവിത സാഹചര്യങ്ങളിലും നമ്മളെ പാകപ്പെടുത്തിയും പരുവപ്പെടുത്തിയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരമ്മയുടെ സാന്നിധ്യം മക്കളിങ്ങനെ കൈപിടിച്ച് നടത്തട്ടെ. സ്വർഗത്തോളം വളരുവാൻ ഭൂമിയോളം താഴ്ന്ന ഒരമ്മയുടെ ഒരു പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ, യാതൊരു പരിഭവങ്ങളും പറയാതെ, പരാതികളും പറയാതെ പരിശുദ്ധനായവന്റെ കരങ്ങളിൽ ജീവിതം വിട്ടുകൊടുത്ത് ജീവിച്ച ഒരമ്മയുടെ സാന്നിധ്യമുണ്ട്. അത് തന്നെയാണ് മക്കളെ സ്വർഗത്തോളം വളർത്തിയെടുക്കുവാൻ പര്യാപ്തമാവുന്നത്. ഒരമ്മ ഇതുപോലെ കൂടെ ഉണ്ടാവുന്നത് മക്കൾക്ക് എന്തൊരാശ്വാസമാണ്. എല്ലാവരും സ്വർഗത്തോളം വളരുവാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ പലപ്പോഴും ഭൂമിയോളം താഴ്ന്നു ജീവിക്കുവാൻ സാധിക്കാതെ പോകുന്നുണ്ട്. അനുഗ്രഹമായി മാറുവാൻ പലപ്പോഴും ജീവിതത്തിൽ ആഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ആത്മീയതകൾ ഉണ്ടാവട്ടെ. പരിശുദ്ധ അമ്മ എല്ലാം ദൈവകരങ്ങളിൽ വിട്ടുകൊടുത്ത് ജീവിച്ചതുപോലെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും സങ്കടങ്ങളുടെയും നിരാശകളുടെയും വേദനകളുടെയും നടുവിലൊക്കെ ദൈവമെല്ലാം അറിയുന്നവനാണെന്നും അവന്റെ പദ്ധതികൾക്ക് പ്രാധാന്യമുണ്ടെന്ന് ചിന്തിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഭാരമില്ലാത്തവളായതുകൊണ്ടാണ് ഭാഗ്യവതിയെപ്പോലെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. ഇതുപോലെ ഭൂമിയുടെ കെട്ടുപാടുകളിൽ നിന്നും സ്വർഗം ആഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന്റെ സ്രോതസ്സിൽ എത്തപ്പെടാൻ ഭാഗ്യമുള്ളവരായി മാറാം. ആർക്കും ഭാരമാകുകയല്ല. ഭാഗ്യമുള്ള ജീവിതമായി നമ്മുടെ ജീവിതം മാറ്റപ്പെടുത്തുവാൻ പരിശുദ്ധമ്മ നമ്മെ സഹായിക്കട്ടെ. ഈ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും ഭാവുകങ്ങളും പ്രാർത്ഥനകളും എല്ലാ മക്കൾക്കും എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സ്വർഗീയ മക്കളായി വളർത്തുവാൻ സഹായിക്കട്ടെ. ആമേൻ.